ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 18 to 45 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന രീതിയിലുള്ള ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പുതിയ നോട്ടിഫിക്കേഷനുകൾ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഗസറ്റ് ഡേറ്റ് 30/6/2026, ലാസ്റ്റ് ഡേറ്റ് 5/8/2026. കാറ്റഗറി നമ്പർ 057/2026. ഡിപ്പാർട്ട്മെന്റ് ജനറൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് പ്രീ പ്രൈമറി ടീച്ചർ കന്നഡയാണ്. സ്കെയിൽ ഓഫ് പേ 35,600, 75,400 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. കാസർഗോഡ് ആണ്, ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 44 ആണ്. അതായത് 2/1/1982 ആൻഡ് 1/1/2008. Both dates included are eligible to apply for this post. അതുപോലെ തന്നെ OBC-കാർക്ക് SC/ST-കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ എ സർട്ടിഫിക്കറ്റ് ഓഫ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് നഴ്സറി ട്രെയിനിങ് ഇഷ്യൂഡ് ബൈ ദ കേരള ഗവൺമെന്റ് ഓർ ദ ഫോർമർ ട്രാവൻകൂർ കൊച്ചിൻ ഗവൺമെന്റ് ഓർ ദ ഫോർമർ ട്രാവൻകൂർ ഓർ കൊച്ചിൻ ഗവൺമെന്റ് ആണ്. കൂടാതെ നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ. ഇങ്ങനെ യോഗ്യതകൾ ധാരാളം ഒന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും വേണ്ട യോഗ്യതകളെ സംബന്ധിച്ച്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് ഗസറ്റ് ഡേറ്റ് 30/6/2026. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 5/8/2026 ആണ്. കാറ്റഗറി നമ്പർ 057/2026 ആണ്. ഇത് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു വേക്കൻസി ആണുള്ളത്. അസിസ്റ്റന്റ് ആണ് തസ്തികയുടെ പേര്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 39,300, 83,000 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 45 ആണ്. ഏജ് ലിമിറ്റ് 2/1/1981 ആൻഡ് 1/1/2008. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 30/6/2026. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 5/8/2026 ആണ്. കാറ്റഗറി നമ്പർ 060/2026 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അത് ST-ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്കെയിൽ ഓഫ് 35,600, 75,400 ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. ആലപ്പുഴ 2 വേക്കൻസി ആണുള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 45 ആണ്. 2/1/1981 ആൻഡ് 1/1/2008. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പ്രീ ഡിഗ്രി +2 VHSC, കൂടാതെ ഡിപ്ലോമ ഇൻ ഫാർമസി, കൂടാതെ രജിസ്ട്രേഷൻ വിത്ത് ദ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അത് കാറ്റഗറി നമ്പർ 045/2026. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 5/8/2026 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണ് തസ്തിക. 50,200, 1,05,300 ആണ് ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. വേക്കൻസി 1 ആണ് ഉള്ളത്. അതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. 2/1/1986 ആൻഡ് 1/1/2008. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. കൂടാതെ OBC-കാർക്ക് 41 വയസ്സ് വരെ, SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, മാരികൾച്ചർ, മറൈൻ ബയോളജി, കോസ്റ്റൽ അക്വാകൾച്ചർ, aquatic biology and fisheries, aquaculture and fishery microbiology, capture and culture fisheries, agriculture, aquaculture and fishery biology. ഇതിൽ ഏതെങ്കിലുമൊക്കെ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 046/2026 ആണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 5/8/2026 ആണ്. ഡിപ്പാർട്ട്മെന്റ് ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ജിയോളജിക്കൽ അസിസ്റ്റന്റ് ആണ്. ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത് 43,400, 91,200 ആണ്. ഇതിന്റെ 6 വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെയും, SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോളജി, മറൈൻ ജിയോളജി ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഫ്രം UGC recognized university or national institute established by the government of India or institution established by the government of Kerala. ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 048/2026 ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സ്കെയിൽ ഓഫ് 41,300, 87,000 ആണ്. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. വേക്കൻസി കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം.
അടുത്തത് ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അവാർഡഡ് ബൈ എ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഫോർ നോട്ട് ലെസ് ദാൻ 3 years ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിന്റെ അടുത്ത കാറ്റഗറി നമ്പർ 050/2026 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 5/8/2026 ആണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് 27,63,700 ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC കൂടാതെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 051/2026 ബോട്ട്സ് റാങ്ക് ആണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. 26,500 60,700 ആണ് സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസി 7 വേക്കൻസി ആണ് ഉള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെ SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. കൂടാതെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്. കൂടാതെ must possess a valid rank license issued by an authority specified under the Kerala Inland Vessels Rules 2010. മെർച്ചന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് ലൈസൻസസ് ഇതിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് കാറ്റഗറി നമ്പർ 054/2026 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 5/8/2026 ആണ്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ആണ്. കോൺഫിഡൻസ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഒഴിവുകൾ ധാരാളം ഉണ്ട്. സ്കെയിൽ ഓഫ് 20,000 45 800 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെ SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് BA BSc BCom ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഏതെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. കൂടാതെ എ പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ KGT MGT ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആസ് ഇക്വലന്റ്. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 056/2026 ആണ്. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 5/8/2026 ആണ്. പ്രൈവറ്റ് സെക്രട്ടറി ഇൻ ടു മാനേജിംഗ് ഡയറക്ടർ ആണ്. സ്കെയിൽ ഓഫ് 9,940 16,580 ആണ്. നമ്പർ ഓഫ് വേക്കൻസി ഒരെണ്ണമാണ് ഉള്ളത് ആകെ. അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെ SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വലന്റ്. കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് 2 ഇൻ ഷോർട്ട് ഹാൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഈ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ധാരാളം അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് യോഗ്യതയുള്ളവർ നോക്കി അതിന്റെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.